മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. വിത്തും ചുമന്നു നമ്മൾ കരഞ്ഞിന്നു വിതയ്ക്കും മണ്ണിൽ, വിത്തും ചുമന്നു നമ്മൾ കരഞ്ഞിന്നു വിതയ്ക്കും മണ്ണിൽ, വീണ്ടെടുപ്പിൻ നാളുകൾ വരുമ്പോൾ ആർപ്പോടു കൊയ്തിടും നാം. വീണ്ടെടുപ്പിൻ നാളുകൾ വരുമ്പോൾ ആർപ്പോടു കൊയ്തിടും നാം. മേഘത്തിൽ വന്നിടറായി വിണ്ണിൽ വീടുകൾ ഒരുക്കി നാഥൻ, വേഗം വന്നിടും തൻ ജനത്തിൻ്റെ ആധികൾ തീർത്തിടുവാൻ. വേഗം വന്നിടും തൻ ജനത്തിൻ്റെ ആധികൾ തീർത്തിടുവാൻ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ബിനോയ് മണി പാമ്പക്കുട ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവനും നമുക്ക് ആരോഗ്യവും നമുക്ക് സമാധാനം നൽകി തന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജീവിതം ആരംഭിക്കാം. അതിനായി 1-ാം സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒരു ഭാഗ്യവാനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഇവിടെ പറയുകയാണ്. എന്താണ്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ എന്നോട് പറയുന്നത് കാണാൻ കഴിയുന്നു. അവൻ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ് ആരവിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. ചില തിരിച്ചറിവുകൾ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നാം ആരാണ് എന്നുള്ള തിരിച്ചറിവ്, നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന തിരിച്ചറിവ്, നാം എവിടെയാണ് നിൽക്കേണ്ടത് എന്ന തിരിച്ചറിവ്, 3 നാം എവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ തിരിച്ചറിവിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ലഭിക്കും എന്നാണ് തുടർന്നുള്ള വചനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ വചനം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? 119-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഒരു ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ദൈവവചനത്തിലൂടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് തിരിച്ചറിവുണ്ടായി ചെയ്യേണ്ട വഴികളിലൂടെ, നടക്കേണ്ട വഴിയിലൂടെ നമുക്ക് നടക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അടുത്ത വാക്യം നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. 119-ാം സങ്കീർത്തനം അതിന്റെ 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണം. ദൈവഭക്തിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും വചനത്തിന്റെ തിരിച്ചറിവ്, വചനം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. വചനം അവന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വചനത്തിന് അവന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ 42-ാമത്തെ വാക്യം വായിച്ചു നോക്കിക്കേ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനായി തീരും. കണ്ടോ? 1 എന്ത് ചെയ്യണം? വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. 2 വചനത്തിലൂടെ ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം. 3 ആ വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയുള്ള മനുഷ്യൻ എന്ന് നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. കണ്ടോ, പ്രതികൂലങ്ങളുടെ നടുവിൽ അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ വേരുകൾ പോയിരിക്കുന്നത് വെള്ളത്തിനരികിലേക്കാണ്. ആ വെള്ളം അതിനാവശ്യമായ തണുപ്പും അതിനാവശ്യമായ ഊർജവും എല്ലാം അത് നൽകിക്കൊടുക്കും. അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. അത് തക്ക കാലത്ത് ഫലം കൊടുക്കുന്നതായിരിക്കും എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആ വൃക്ഷത്തിന് എന്തില്ല, ഭയമില്ല. അത് ആരെ കാണിക്കുന്നതാണ്? ഒരു വൃക്ഷത്തെയാണോ? അല്ല, അതൊരു മനുഷ്യനെ ആണ് കാണിക്കുന്നത്. ആരാണ് ആ മനുഷ്യൻ? യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, നമ്മൾ യഹോവയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിച്ച് മുൻപോട്ട് പോയാൽ മാത്രം മതി. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് ഫലം കൊടുക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതം പച്ചയും സമൃദ്ധിയും നിറഞ്ഞതും അനുഗ്രഹപൂർണ്ണമായി തീരും എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെ 23-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ നന്മയും കരുണയും ഒക്കെയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താ അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് എൻ്റെ ആയുഷ്കാലം മുഴുവൻ നന്മയും കരുണയും എന്നെ പിന്തുടരുന്നത്? യഹോവ എൻ്റെ ഇടയനായതുകൊണ്ടാണ്. ഞാൻ യഹോവയുടെ പിന്നാലെയാണ് പോകുന്നത്. യഹോവയാണ് എന്നെ നയിക്കുന്നത്. യഹോവയാണ് എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നത്. അവന്റെ വടിയും കോലുമാണ് എന്നെ ആശ്വസിപ്പിക്കുന്നത്. ആ യഹോവയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട്, യഹോവ എൻ്റെ ജീവിതത്തിന്റെ രാജാവായിരിക്കുന്നത് കൊണ്ട്, യഹോവ എൻ്റെ ജീവിതത്തിന്റെ നായകനായിരിക്കുന്നത് കൊണ്ട്, യഹോവ എൻ്റെ ജീവിതത്തിലെ ഇടയനായിരിക്കുന്നത് കൊണ്ട് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കണ്ടോ? അപ്പൊ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ദൈവം അതിസമർത്ഥമായി അനുഗ്രഹിക്കും, നന്മകളാൽ നിറയ്ക്കും എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകരുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ യോസെഫിന്റെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിക്കുകയും, യോസെഫിന്റെ 17-ാമത്തെ വയസ്സിൽ യോസെഫിന് തന്റെ പിതാവ് ഒരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കും, മനോഹരമായിരിക്കുന്ന ഒരു വസ്ത്രം. ആ വസ്ത്രം കണ്ടിട്ട് സഹോദരന്മാർക്ക് അസൂയ തോന്നി. അവർ ഒരവസരം വന്നപ്പോൾ അദ്ദേഹത്തെ പോത്തിഫറിന് വിറ്റു. വിദ്യാന കച്ചവടക്കാരൻ പോത്തിഫറിന് വിറ്റു. പോത്തിഫർ തന്റെ വീട്ടിലെ സ്ഥലത്തിനും അധികാരിയാക്കി വെച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഈ മനുഷ്യനോട് വളരെ മോഹം തോന്നുകയും ആവശ്യമില്ലാത്ത കാര്യത്തിന് വശംബദ്ധനാക്കുകയും ചെയ്തു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്യുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും ദൈവത്തിനെതിരെ ചെയ്യുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മുടെ കൂട്ടു സഹോദരന്മാരെ പകയ്ക്കുകയും അവരോട് അസൂയ തോന്നുകയും ചതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, മറ്റൊരാളെ പരിഹസിക്കുകയും മറ്റൊരാളെക്കെതിരെ ദുഷ്ട ആലോചന പറയുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിനെതിരെയാണ് നമ്മൾ ആ പാപം ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ടത്. യോസേഫിന് അപവാദങ്ങൾ ജീവിതത്തിലുണ്ടായി. താൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ദീർഘവർഷങ്ങൾ യോസേഫ് ജയിലിലായി. പക്ഷേ ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ അവന് മിസ്രയീമിലെ പ്രധാനമന്ത്രി ആക്കിയെന്ന് മാത്രമല്ല, തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും താൻ ഭക്ഷണം കൊടുക്കുന്നവനായി തീർന്നു, അന്നദാതാവായി തീർന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായതുകൊണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വാക്ക് പാലിച്ച് ദൈവം അവനെ അനുഗ്രഹിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കാണുന്നത്, അതിന് കാഴ്ചപ്പാട് ചിന്തിച്ചു നോക്കുകയും, യാക്കോബ് ചിന്തിച്ചത് തൻ്റെ മകൻ മരിച്ചുപോയി എന്നാണ്. ആ സഹോദരന്മാർ ചിന്തിച്ചത് ഇവന്റെ ശല്യം എന്നേക്കുമായി അവസാനിച്ചു എന്നുള്ളതാണ്. ആ സ്ത്രീ ചിന്തിച്ചു, പോത്തിഫറിന്റെ ഭാര്യ ചിന്തിച്ചത് എന്നെ അനുസരിക്കാത്തവന്റെ അവസ്ഥ ഇതാണ് എന്നാണ് ചിന്തിച്ചത്. ഒട്ടൊരു അഹങ്കാരവും നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നിരിക്കാം. അവൻ ഒരുപക്ഷെ ചിന്തിച്ചത്, ഞാൻ പാപം ചെയ്യാഞ്ഞിട്ടും ഞാൻ നിർദോഷിയായിട്ടും യാതൊരു ദ്രോഹം ചെയ്യാഞ്ഞിട്ടും ഇത്ര പരമാർത്ഥത്തോടെ ഞാൻ ജീവിച്ചിട്ടും എൻ്റെ അവസ്ഥയിൽ ജയിലിലായി പോയല്ലോ, ഈ ഇരുണ്ട ജയിലിൽ എൻ്റെ ജീവിതം തീരുമല്ലോ എന്നാണ് അവന് ചിന്തിച്ചത്. അവനും ഒരുപക്ഷെ നിരാശപ്പെട്ടു പോയി കാണാം. എന്നാൽ ദൈവം അവനെ കാണുന്നത് മിസ്രയീമിലെ പ്രധാനമന്ത്രിയായിട്ടാണ്. അതാണ് പ്രിയമുള്ളവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ മനുഷ്യനായിരിക്കാം. നിങ്ങളൊരുപക്ഷെ അപമാനിക്കപ്പെട്ടു പോയ മനുഷ്യനായിരിക്കാം. നിങ്ങളൊരുപക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ട് ഇനിയൊരു കരകയറ്റമില്ലേ എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടു പോയ മനുഷ്യനായിരിക്കാം. പക്ഷെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നിങ്ങളുടെ മേലൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളോടൊരു ആലോചനയുണ്ട്. അത് തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തുകയും ഒരുപക്ഷെ നിങ്ങളെ താഴ്ത്തിക്കെട്ടിയവരുടെ മുമ്പിൽ, നിങ്ങളെ തകർത്തവരുടെ മുമ്പിൽ, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന ചെയ്തവരുടെ മുമ്പിൽ, നിങ്ങൾ
നിങ്ങളെ ആട്ടിക്കളഞ്ഞവരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തുകയും മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുന്നതായി തീരട്ടെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. നമുക്ക് 118 സങ്കീർത്തനം അതിൻ്റെ ഒരു വേദഭാഗം കൂടി നമുക്ക് അതിനകത്ത് വായിച്ചു നോക്കാം. അതിൻ്റെ 8ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിങ്ങളുടെ ആശ്രയം എവിടെയാണ്? നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നവരാണോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ? ദൈവമാണോ നിങ്ങളുടെ ആശ്രയം? ദൈവം കൈവിടുകയില്ല സഹോദരന്മാരെ. നിങ്ങൾ ദൈവത്തിൽ സമ്പൂർണ്ണമായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരാണോ? പ്രതികൂലങ്ങളൊക്കെ വരാം, തിരമാലകൾ പോലെ ഒന്നിനു പിറകെ ഒരുപക്ഷെ പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പക്ഷെ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവമായ സത്യം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്, നീതിമാന് അനർത്ഥങ്ങൾ അസംഖ്യം, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. നിങ്ങൾ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയാണ്, യഹോവയുടെ വചനം പ്രമാണിച്ച് രാപകൽ ധ്യാനിച്ച് ജീവിക്കുക, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഈ പ്രഭാതം ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വീട്ടിൽ ചേരും വരെയും അവൻ കാത്തിടും ചിറകിൻ മറവിൽ. വീട്ടിൽ ചേരും വരെയും അവൻ കാത്തിടും ചിറകിൻ മറവിൽ. ഭീതി എന്നിയെ നമുക്കീയുലകിൽ അധിവസിക്കാം ദിനവും. ഭീതി എന്നിയെ നമുക്കീ ഉലകിൽ അധിവസിക്കാം ദിനവും. മേഘത്തിൽ വന്നിടാറായി വിണ്ണിൽ വീടുകളൊരുക്കി നാഥൻ. വേഗം വന്നിടും തൻ ജനത്തിൻ്റെ ആധികൾ തീർത്തിടുവാൻ. വേഗം വന്നിടും തൻ ജനത്തിൻ്റെ ആധികൾ തീർത്തിടുവാൻ.